നമസ്കാരം. കേരളത്തിന് മുകളിൽ മയക്കുമരുന്നിന്റെ ഒരു കാർമേഘത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ഈ അടുത്ത സമയത്തായി ഒരല്പമല്പം ഇങ്ങനെ പെയ്തൊഴിയുകയാണ്. തെളിഞ്ഞൊരു ആകാശത്തിന് വേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കേരളത്തെ വിഴുങ്ങുന്ന മയക്കുമരുന്ന്, അതിൻ്റെ മാഫിയ, ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒപ്പം ചാനൽ 91 ചീഫ് എഡിറ്റർ ദേവൻ സാറുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ദിനംപ്രതി കിലോ കണക്കിനല്ല ക്വിൻ്റൽ കണക്കിന് മയക്കുമരുന്ന് കേരളത്തിൽ നിന്നിങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് സംഭവിച്ചത്. ഇതുവരെ കേരളത്തിൽ മയക്കുമരുന്നില്ലായിരുന്നു. സാർ, ഇത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളുടെയും നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് ഇത് വ്യാപിച്ചു കഴിഞ്ഞു. ഇത് ഇന്നലെയോ തുടങ്ങിയ സംഭവങ്ങളല്ല. ഇതിൻ്റെ പിന്നിൽ, കേരളത്തിലെ മയക്കുമരുന്ന് ലോബിയുടെ പിന്നിൽ വൻ ശക്തികളുണ്ട്. വൻ ശക്തികളെന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരുണ്ട്, ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുണ്ട്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ പോലീസായാലും എക്സൈസായാലും നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷേ ചില പുഴുക്കുത്തുകൾ എല്ലാ മേഖലയിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ചില ഉദ്യോഗസ്ഥന്മാരുടെ മൗന സമ്മതം ഇതിൻ്റെ പിന്നിലുണ്ട്. രാഷ്ട്രീയക്കാരുടെ ശക്തമായ ഇടപെടലുണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും അവസാനം ഒരു കാര്യം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞിടെ നമ്മൾ കാണാനിടയായത്. കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിൽ മയക്കുമരുന്ന് കൊണ്ടുവച്ചിട്ട് കുട്ടികൾ അത് തൂക്കി വിൽക്കാൻ ത്രാശ് വരെ കരുതിയിരിക്കുന്നു. അപ്പൊ എത്ര അപകടകരമായ അവസ്ഥയിലേക്ക് ഈ മയക്കുമരുന്നിന്റെ വ്യാപനം പോയി എന്നാണ് നമ്മളെ ഓർമ്മപ്പെടുന്നത്. ആ കുട്ടികൾ KSUവിന്റെയും SFIയുടെയും സംഘടനാ നേതാക്കളാണ്. ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം കേരളത്തിൽ, ഇന്ത്യയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പലതരത്തിലുള്ള കമന്റുകളും ഉത്തരവുകളും ഒക്കെ പുറപ്പെടുവിച്ചിട്ട് പോലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കേരളത്തിന്റെ കലാശാലകളിൽ നിന്ന് മാറ്റി നിർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ ഈ കച്ചവടത്തിൽ കക്ഷികളാകുന്നു എന്ന് പറയുന്നതാണ് നമ്മളെ കൂടുതൽ ഭയപ്പെടുന്നത്. ഒരു കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു സംഘടനയാണ് വിദ്യാർത്ഥികൾ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന സമയത്ത് കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ തുടച്ചു നീക്കാൻ പാടില്ല എന്ന് ശക്തമായ നിലപാടെടുത്തൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPM പോലെയുള്ള സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ അവിടെ ഒന്നും നിയന്ത്രണത്തിൽ നിൽക്കാത്ത തരത്തിലേക്ക് ഇത് വളർന്നുവെങ്കിൽ പലരുടെയും മൗന സമ്മതം ഇതിന് പിന്നിലുണ്ടോ നമ്മൾ സംശയിക്കേണ്ടി വരും. എല്ലാ തരത്തിലും, എല്ലാ അർത്ഥത്തിലും. അപ്പൊ ഇന്ന് വിദ്യാർത്ഥികളെ സ്കൂളുകളിലും കോളേജുകളിലും അയക്കാൻ പോലും മാതാപിതാക്കൾ ഭയപ്പെടുന്ന തരത്തിലേക്ക് അവിടെ ആ ഇടങ്ങൾ എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം ഇതിന് മറ്റൊരു കാര്യം ഇതിനകത്ത് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ടത്, 2017 വിമുക്തി മിഷൻ, ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് വിമുക്തി മിഷൻ കൊണ്ടുവരുന്നത്. സന്നദ്ധ സംഘടനകളുടെ കുടുംബശ്രീ, രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെയുള്ള സാമൂഹ്യ സംഘടനകളെ ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ലഹരി വ്യാപനം തടയാൻ വേണ്ടിയാണ് 2017 വിമുക്തി മിഷൻ രൂപീകരിച്ചത്. കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഈ വിമുക്തി മിഷൻ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. പക്ഷേ 2017 നിന്ന് 2024 വരുമ്പോൾ ഇതിന്റെ വ്യാപനം 100 കണക്കിന് ഇരട്ടി വർദ്ധിച്ചതല്ലാതെ ഇതിനെ തടയിടുന്നതിന് വേണ്ടുന്ന ശാശ്വതമായ ശക്തമായ ഒരു നടപടിയും എടുക്കാൻ വിമുക്തി മിഷനോ എക്സൈസിനോ പോലീസിനോ സാധിച്ചിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും കേരള പോലീസിന്റെയും മുന്നിലുള്ള ലഹരി തടയൽ നിയമത്തിലെ ന്യൂനതകൾ തന്നെയാണ് ഒരു പരിധി വരെ. എന്ന് പറഞ്ഞാൽ 1 കിലോ കഞ്ചാവ് കയ്യിൽ വെച്ചാൽ മാത്രമേ അറസ്റ്റ് ചെയ്ത് കോടതിയിലാക്കി ജാമ്യമില്ലാത്ത വകുപ്പനുസരിച്ച് പ്രതിയെ റിമാൻഡ് ചെയ്യാൻ പാടുള്ളൂ. 999 ഗ്രാം കയ്യിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ല. 999 ഗ്രാം കൊണ്ടു നടന്ന് കച്ചവടം ചെയ്യാം. ഇത് 1000 ഗ്രാം ആകാതിരുന്നാൽ മതി. 1 കിലോ എത്തിയാൽ 1 കിലോയ്ക്ക് മുകളിലാണ് റിമാൻഡിൽ പോകുന്ന വകുപ്പനുസരിച്ച് കോടതി ഈ കഞ്ചാവ് കച്ചവടക്കാരനെതിരെ കേസെടുക്കാൻ പറ്റുള്ളൂ. 2.1 ഗ്രാം MDMA കയ്യിലുണ്ടെങ്കിൽ മാത്രമേ റിമാൻഡിൽ പോകുള്ളൂ. അതിൽ താഴെ മതി. ഒരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എത്ര വേണം? മൈന്യൂട്ടായിട്ടുള്ള ഒരു ഒത്തിരി മതി MDMA. അപ്പൊ അവന് 2.1 ഗ്രാം വരെ അവന് കയ്യിൽ വെക്കാം. ഇത് കച്ചവടം നടത്താം. എന്താ കുഴപ്പം? അപ്പൊ ഈ നിയമം പൊളിച്ചെഴുതപ്പെടണം. ഇവിടെ ഈ നിയമത്തിന്റെ പഴുതിലൂടെയാണ് ഇവിടെ കച്ചവടം നടക്കുന്നത് വ്യാപകമായിട്ട്. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ മയക്കുമരുന്ന് കച്ചവടത്തിനും കൈവയ്ക്കുന്നതിനുമൊക്കെ
വലിയ ശിക്ഷകളാണ്. അതെ, വലിയ ശിക്ഷകളാണ്. ഗൾഫ് രാജ്യങ്ങൾ വലിയ പ്രത്യേകിച്ച് വധശിക്ഷയാണ്. വധശിക്ഷ. വിദേശ രാജ്യങ്ങളിൽ വധശിക്ഷയാണ്. ആ. ഈ ശിക്ഷ വധശിക്ഷയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും കർശനമായി ജാമ്യം കിട്ടാത്ത വകുപ്പ് അനുസരിച്ച് പ്രതിയെ മാതൃകാപരമായി ശിക്ഷിക്കുന്ന തരത്തിൽ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ പോവാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം 149 ബീഡി കഞ്ചാവ് ബീഡി കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച 208 പേരെ അറസ്റ്റ് ചെയ്തു. 208 പേരെ അറസ്റ്റ് ചെയ്യുകയും 203 കേസുകൾ രജിസ്റ്റർ ചെയ്തു ഒറ്റ ദിവസം കൊണ്ട്. ഏകദേശം 27-28 കിലോ കഞ്ചാവ് പിടിച്ചു, 30 ഗ്രാമോളം MDMA പിടിച്ചു. ഒറ്റ ദിവസം കൊണ്ടാണ് പിടിച്ചത്. അപ്പൊ ഈ പിടിച്ചതൊന്നും അല്ല, ഇതിനപ്പുറത്തേക്കാണ് ഇതിന്റെ വ്യാപ്തി. അപ്പൊ ഇവിടെ പിടിക്കാത്തത് കിലോ കണക്കിന്. ഇവ സ്ത്രീകൾ വ്യാപകമായിട്ട് സ്ത്രീകൾ ഇതിന്റെ കച്ചവടക്കാരായി മാറുന്നു. വീടുകൾ കേന്ദ്രീകരിച്ച് കച്ചവടം. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഒരു സ്ത്രീയെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ലക്ഷറി കാറുകൾ കച്ചവടം. ചെറിയ കുട്ടികൾ ഇതിന്റെ കാരിയറായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ചെറിയ കുട്ടികൾ മുൻപ് നമ്മളൊരു 5 വർഷം മുൻപേ നമ്മൾ കേട്ടിട്ടുണ്ട്. കുമളിയിലും മറ്റ് തമിഴ്നാട്ടിലെ കമ്പത്തൊക്കെ പോയിട്ട് കുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ ബസ്സിൽ വരുന്നു, ഇവർ കാരിയറാകുന്നു എന്ന് വാർത്തകൾ വന്നുകൊണ്ട് 5 വർഷം മുമ്പ്. പക്ഷെ ആ സമയത്തൊക്കെ കർശനമായ നടപടികൾ നിയമം. ഇപ്പൊ എക്സൈസിന്റെ നിയമം സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. കേന്ദ്രത്തിന് കൈകടത്തൽ ഇവിടെ ആവശ്യമില്ല. അതത് സംസ്ഥാനങ്ങൾക്ക് എക്സൈസ് നയം രൂപീകരിക്കാനും ആ നിയമം കർക്കശമാക്കാനും കൊണ്ടുവരുന്നതിന് നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം അതത് സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നിയമത്തിന്റെ പഴുത് അടച്ച് ഇവിടെ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇപ്പൊ ബോധവൽക്കരണം നടത്തുകയാണ് വ്യാപകമായിട്ട്. ഇപ്പൊ സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പക്ഷെ ഈ ബോധവൽക്കരണം കൊണ്ട് എവിടെ എത്തി? 2017 തുടങ്ങി വിമുക്തി വ്യാപകമായിട്ട് ഈ ബോധവൽക്കരണം നടത്തിയിട്ട് ഇതിനെ എവിടെ പരിഹരിക്കാൻ പറ്റി? എവിടെ തടയിടാൻ പറ്റി? പണം കോടിക്കണക്കിന് രൂപ എക്സൈസിൽ മദ്യം വിറ്റ് കിട്ടുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മദ്യം വിറ്റ് കിട്ടുന്നതിൽ നല്ലൊരു ശതമാനം വിമുക്തി വിഷയം വേണ്ടി മാറ്റിവെക്കുകയാണ്. വിമുക്തി വിഷയം കുറച്ച് പണിയെടുക്കുന്നില്ല നല്ല പറയണത്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം തെളിയിക്കുന്നത്. പിന്നെ മറ്റൊരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യത്തിന്റെ ഒരു സാമൂഹ്യ വിഷയം കൂടി ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്, അതിന് യാതൊരു തർക്കവുമില്ല. ഇവിടെ ഈ മദ്യത്തിന്റെ അമിതമായ വില ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ എപ്പോഴും ഏത് സമയത്തും വില വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു വസ്തു മദ്യമാണ്. ഈ മദ്യപാനികൾ ആരും മിണ്ടില്ല, എന്തൊരു ആശ്വാസമാണ്, ഒരു സൗകര്യമാണ് ഗവൺമെന്റ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. അവൻ ഏത് വില കൊടുത്തോ എവിടെയും പോയി. അപ്പൊ ഈ മദ്യത്തിന്റെ അമിതമായ വില, പിന്നെ ഇവിടെ പോലീസുകാരെ ഈ റോഡിൽ നിന്ന് ഈ മദ്യപാനികളെ വ്യാപകമായിട്ട് പിടിക്കുന്ന പരിശോധിക്കേണ്ട ആവശ്യമാണ്. എങ്കിൽ പോലും ഈ പരിശോധനയ്ക്ക് ഒരു രസമുണ്ട്. ചില ദിവസങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് നമുക്ക് ഈ ഹൈക്കോടതിയുടെ പോലീസിൽ നിന്ന് പരിശോധിക്കുന്നതാണ്. അതേസമയത്ത് ചൊവ്വാഴ്ച കാണാനില്ല, ബുധനാഴ്ച കാണാനില്ല, വ്യാഴാഴ്ച കാണാനില്ല. വല്ലപ്പോഴൊക്കെ ഉണ്ടാവും. എന്തുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ അവിടെ നിൽക്കുന്നത് അത് മനസ്സിലായോ? ഈ ഞായറാഴ്ച അവധി ദിവസമാണ്. സ്വാഭാവികമായിട്ടും ഞായറാഴ്ചകളില് ഈ പണിക്കാർ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും ജീപ്പ് ഓടിക്കുന്നവനും ടിപ്പറിൽ അടിക്കുന്നവനും ഒക്കെ ചിലപ്പോൾ 2 എണ്ണം അടിക്കും. ചിലപ്പോൾ സമയത്ത് ഇച്ചിരി ലേറ്റ് ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ രാവിലെ വരുമ്പോൾ ഓട്ടോറിക്ഷക്കാരനൊക്കെ മണം ഉണ്ടാവും. അപ്പൊ അവനെ പിടിക്കുക. അപ്പൊ തന്നെ പിടിക്കുന്നവരൊക്കെ കൂലിപ്പണിക്കാരാണ്. വലിയ അല്ല, കുബേരന്മാരല്ല. ഇതിപ്പോ വലിയ ബെൻസ് കാരണാലും തടഞ്ഞു നിർത്തും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ അപ്പൊ ഇത് ഒഴിവാക്കാൻ ഇവൻ എന്ത് ചെയ്യുന്നു? മയക്കുമരുന്നിനെ ആശ്രയിക്കുന്നു. മയക്കുമരുന്ന് അടിച്ചാൽ ബ്രെത്ത് അനലൈസറിൽ കിട്ടൂല. അപ്പം ഇതൊക്കെ പലതരത്തിലുള്ള സാമൂഹ്യ വിഷയങ്ങൾ ഇവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ പോലീസ് മദ്യപാനികളെ പരിശോധിക്കേണ്ടെന്നും എല്ലാവരും വണ്ടി ഓടിക്കുന്നവർ മദ്യം കഴിച്ചു പോട്ടെ എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്തരം വിഷയങ്ങള് സമഗ്രമായിട്ട് ഗവൺമെന്റ് പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ AK ആന്റണി ചാരായം നിരോധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ വിദേശ നിർമ്മിത മദ്യമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. സാധാരണക്കാരനെ സംബന്ധിച്ച് ഓരോ പ്രാവശ്യം വില കൂടുന്തോറും അവൻ ഈ മറ്റു പല ലഹരി പദാർത്ഥങ്ങൾ വില കുറഞ്ഞതിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സാർ, ഈ 2025 എന്ന വർഷം ഭയാനകമായ കൊലപാതകങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏറ്റവും അവസാനം നമ്മളെ ഞെട്ടിച്ച കൊലപാതകം കൊല്ലത്ത് കിടന്ന് ഒരു പയ്യന്റെ വീട്ടിൽ പോയി അവനെ കുത്തി കൊലപ്പെടുത്തി അമ്മയുടെ മുന്നിൽ വെച്ച്. അച്ഛൻ ഗുരുതരമായി പരിക്കേറ്റ് തിരിച്ച് വാഹനം ഓടിച്ച് വന്ന് നരമ്പറുത്ത് ട്രെയിനിന്റെ മുന്നിൽ ചാടി മാറി ലഹരിയാണ് കൊന്നത്. ഈ കൊലപാതകി മരണപ്പെട്ടു പോയെങ്കിലും കൊലപാതകി ഒരു പോലീസ് ഓഫീസറുടെ മകനാണ്. സാർ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2025 നടന്ന എല്ലാ കൊലപാതകങ്ങളും ഈ 5 പേരെ കൊന്നതുൾപ്പെടെ എല്ലാം ഇത്തരം മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. ലഹരി ഈ
രാസലഹരി ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവിധ നിയന്ത്രണവും വിടുകയാണ്. വ്യാപകമായിട്ട് DJ പാർട്ടികളാണ് ഈ ഹോട്ടലുകളിൽ. ഇപ്പൊ ഹോട്ടലുകളെല്ലാം കച്ചവടം കൂട്ടാൻ വേണ്ടി DJ പാർട്ടികളാണ്. ഈ DJ പാർട്ടിയിൽ വരുന്നതിനകത്ത് നല്ലൊരു ശതമാനം മയക്കുമരുന്ന് ഉപയോഗത്തിലുണ്ട്. കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയിൽ എന്ത് പരിശോധനയാണ് ഇവിടെ ഉള്ളത്? അവിടെ പരിശോധിക്കാൻ പറ്റില്ല. വന്നവര് ഭൂരിഭാഗം പേരും വലിയവരുടെ മക്കളാണ്. അതെ. ഇപ്പൊ നമ്മള് കൊച്ചിയെ സംബന്ധിച്ച് നമ്മള് രാത്രിയിൽ ഒരു 12 മണിയോടുകൂടി ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹോട്ടലുകളുടെ പരിസരങ്ങളൊക്കെ പോയി നോക്കൂ. മുന്തിയ കാറുകളിലാണ് കുട്ടികളുള്ളത്. ചെറിയ കുട്ടികളാണ്, പ്രായം അധികം ഉള്ളവരല്ല. ഒരു 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്, ഈ ഒരു 25 വയസ്സിന് ഇടയ്ക്കുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുടെയും വലിയ കൂട്ടങ്ങൾ കാണാൻ സാധിക്കുന്നു. ഹോട്ടലുകളുടെ മുന്നിൽ അവർ ഇറങ്ങി വരികയാണ്. അവർ ഈ ആട്ടവും പാട്ടും കഴിഞ്ഞ് ഇറങ്ങി വന്ന് വലിയ വലിയ മുന്തിയ കാറുകൾ വരുന്നു. ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കയറി പോകുന്നു. ഇതെല്ലാം ലഹരിമയമാണ്. രാത്രികാലങ്ങളിൽ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി ലഹരിയിൽ മുങ്ങുകയാണ്. അപ്പൊ ഇതിനെയൊക്കെ ഏത് തരത്തിൽ ആർക്കെ നിയന്ത്രിക്കാൻ പറ്റുക? ഇവിടെ ഒരു റെയ്ഡും ഇല്ല. അതിനകത്ത് വേറെ മറ്റൊരു സംഭവം കൂടെ ഉള്ളത്, അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. എക്സൈസിലും പോലീസിലും വനിതകളുടെ പ്രാതിനിധ്യ കുറവ്. അതിന്റെ കാരണം, ഒരു പെൺകുട്ടി, എന്നോട് പോലീസ് ഓഫീസർ പറഞ്ഞാണ്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും കൂടെ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് മുമ്പിൽ രാത്രി 1 മണിക്ക് നിന്ന് സംസാരിക്കും. വേറൊരു പെൺകുട്ടി ആൺകുട്ടിയും കൂടെ വരുന്നു. ആ പെൺകുട്ടി 2 വീലറിൽ ഇറങ്ങുന്നു. ഈ പെൺകുട്ടിയുടെ അടുത്ത് വരുന്നു. ഈ പെൺകുട്ടി അവക്കെന്തോ കൊടുക്കുന്നു. അവൾ അവിടെ ഉടുപ്പിന്റെ ഇടയിലേക്ക് ഇത് വെക്കുന്നു. പോലീസിന് മനസ്സിലായി ഇത് ലഹരിയാണെന്ന് മനസ്സിലായി. 2 ആൺ പോലീസ് ഒരു വണ്ടിയിൽ അവിടെ നിൽക്കുകയാണ്. എന്ത് ചെയ്യും? ഈ പെൺകുട്ടികളെ പരിശോധിക്കാൻ ഈ ആൺ പോലീസിന് അവകാശമില്ല. അപ്പൊ ഇവിടെ ആവശ്യമായ പോലീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനാണ്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ രാത്രി ഒരു വനിതാ പോലീസാണ് ഉള്ളത്. അത് അവിടെ വരുന്ന പ്രതികളെ, വനിതാ പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വനിതാ പോലീസിന് സാന്നിധ്യം വേണം. അപ്പൊ രാത്രി കാലങ്ങളിൽ ആവശ്യമായ പോലീസ് പരിശോധനയ്ക്ക് വനിതകളില്ല. എക്സൈസിൽ ആവശ്യമായ വനിതകളില്ല. ഇങ്ങനെയൊക്കെയുള്ള ന്യൂനതകൾ പരിഹരിക്കപ്പെടണം ഗവൺമെന്റ് ആദ്യം. ഈ പരിശോധനകൾ ഇപ്പം മറൈൻ ഡ്രൈവിൽ ഈ ഒരു സമയത്ത് ഈ മയക്കുമരുന്നിന്റെ ഒരു പ്രഭവ കേന്ദ്രം മറൈൻ ഡ്രൈവ് ആയിരുന്നു. പിന്നെ ഇപ്പൊ പല സ്ഥലത്തേക്ക് വ്യാപിച്ചത്. ഒരു 10 വർഷം മുമ്പ് മറൈൻ ഡ്രൈവ് ആയിരുന്നു ഇതിന്റെ ഒരു കേന്ദ്രം. തുടക്കം അവിടെ നിന്നാണ്. ഒരു 10 വർഷത്തിനിടെയാണ് ഇത് ഇത്രയും. ഈ മയക്കുമരുന്ന് പോലെ തന്നെ മറൈൻ ഡ്രൈവിൽ നമുക്ക് രാത്രി സഞ്ചരിക്കാൻ പറ്റില്ല. ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളും ലൈംഗിക ബന്ധത്തിൽ പരസ്യമായി ഏർപ്പെടുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള വഴിവിട്ട മാർഗത്തിലൂടെയുള്ള ഇന്നത്തെ യുവതലമുറ, കുട്ടികൾ, കൗമാരം, നമ്മുടെ കൗമാരമാണ് വഴിതെറ്റുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? സാർ, ഈ കൗമാരം വഴിതെറ്റുന്നു എന്ന് പറയുമ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ മദ്യ ഉപയോഗം കുറഞ്ഞു. ഈ പുതിയ ജനറേഷനാണ് ഈ MDMA ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാമ്പ് ഉപയോഗിക്കുന്നത്. അതായത് അവർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന്റെ വിദഗ്ധർ പറയുന്നത് ഇത് പരമാവധി 5 വർഷം കഴിയുമ്പോൾ മനുഷ്യനെ മരണത്തിലേക്ക്, അതായത് ജീവിച്ചിരിക്കുന്നുണ്ടാവും, എല്ലാ ഇന്ദ്രിയങ്ങളും നശിച്ചൊരവസ്ഥയിലേക്ക്. അതായത് നമ്മൾക്ക് ഒരു 5 അല്ലെങ്കിൽ പരമാവധി 10 വർഷത്തിന് ശേഷം നമ്മുടെ മുന്നിൽ കാണാൻ പറ്റുന്ന ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയുടെ ഇരകളാണ് ഇന്നത്തെ മയക്കുമരുന്ന്. അതെ, ഈ തലമുറ അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഇപ്പൊ അതിനകത്ത് വേറെ ഒരു സംഭവം കൂടെ, നമ്മുടെ മാതാപിതാക്കളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത കൂടിയുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നല്ലൊരു ശതമാനം. പല കുട്ടികളും, ധാരാളം കുട്ടികൾ ഈ മയക്കുമരുന്നിനൊക്കെ ഇടയിൽ പെട്ടുപോകുന്നുണ്ട്. അറിയാതെ പെട്ടുപോകുന്നവരുണ്ട്. ഇവിടെ അറസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്ത് കയ്യിൽ ഉണ്ടായിരുന്നു, കേസെടുത്തു, കോടതിയിൽ വന്നു, വിചാരണ കഴിഞ്ഞു, കേസ് വെറുതെ വിട്ടു. ഓക്കെ, കേസ് വെറുതെ വിട്ടു. ഓക്കെ, അപ്പൊ ഇദ്ദേഹം വിചാരിക്കും കേസിൽ നിന്ന് ഞാൻ പോന്നു, ഊരി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ജാമ്യം എടുത്തു പോന്നു, കേസ് പോയി. ഇയാൾ ഇത് കഴിഞ്ഞൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇയാള് ഒന്നേ സർക്കാരിനെയോ സ്വകാര്യ സ്ഥാപനങ്ങളെയോ സമീപിക്കുക. ഇയാളൊരു ജോലിക്ക് വേണ്ടി ആ സ്ഥാപനത്തെ സമീപിക്കുമ്പോൾ ഇപ്പൊ മിക്ക സർക്കാർ സ്ഥാപനങ്ങളിൽ മസ്റ്റായിട്ട് PCC വേണം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ PCC ആവശ്യമാണ്. ജോലിക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ PCC ആവശ്യമാണ്. അതുപോലെ തന്നെ മിക്ക കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ PCC ആവശ്യപ്പെടുന്നു. അപ്പൊ ഇയാള് ലഹരി മരുന്ന് കേസിൽ നിന്ന് ഇയാളെ വിമുക്തനായല്ലോ, ഇയാളെ പറ്റി കേസില്ലല്ലോ, സിമ്പിളായിട്ട് PCC പോകും എന്നാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷേ ക്രൈം റെക്കോർഡിൽ ഇയാളുടെ പേര് അവിടെ കിടക്കുക. ക്രൈം റെക്കോർഡ് ചെയ്യുന്നു, ഇയാൾ ക്രിമിനൽ ആണെന്നുള്ളതിന്റെ ആ രേഖ അവിടെ കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ PCCക്ക് ചെല്ലുമ്പോൾ റിജക്റ്റ് ചെയ്യും. മാതാപിതാക്കളും നമ്മുടെ കുഞ്ഞുങ്ങളും അറിഞ്ഞിരിക്കുക, നിങ്ങൾ ലഹരി കേസിൽ പെട്ടു എങ്കിൽ നിങ്ങൾ ലഹരി കേസിൽ നിന്ന് നിങ്ങൾ വിമുക്തരായി, നിങ്ങളെ കോടതി വെറുതെ വിട്ടിട്ടുണ്ടാവും. പക്ഷേ ക്രൈം റെക്കോർഡിൽ നിങ്ങളുടെ പേരോടെ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള PCC ജീവിതത്തിൽ കിട്ടില്ല. സാർ, ഈ അതുപോലെ പാസ്പോർട്ട് കിട്ടില്ല.
രണ്ട്, ഇപ്പോൾ ഒരു പുതിയ ഒരു ചർച്ചയിലാണ് നിയമം വന്നതെന്ന് എനിക്കല്ല, പക്ഷേ സാറിന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും. ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതെ. ഈ മെഡിക്കൽ ടെസ്റ്റ് കൂടെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒരു തരത്തിലും ഒരു തൊഴിലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട്. സാർ, എൻ്റെ ഒരു നമ്മളിപ്പോൾ ചാനൽ 91 പണ്ട് മുതലേ ലഹരിക്കെതിരെയുള്ള നമ്മളത് കൊണ്ട് കഴിയുന്ന പരമാവധി യുദ്ധത്തിൽ നമ്മൾ എത്രയോ സ്റ്റോറികൾ നമ്മൾ ചെയ്തു. ഇപ്പൊ തന്നെ ഒട്ടേറെ സ്റ്റോറികൾ നമ്മളതിനെ ശക്തമാക്കുകയാണ് കൂടുതൽ. ലഹരി കേസിൽ പിടിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ പരമാവധി ഒരു പാർട്ടിയുടെ ആളാണെങ്കിൽ അവരെ സേഫ് ആക്കാൻ പാർട്ടി നോക്കും. കൃത്യമായി ലഹരി ഉപയോഗിക്കുന്ന ഇടങ്ങളും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉള്ള സ്ഥലവുമൊക്കെ അറിയാവുന്നത് നാട്ടുകാർക്ക്, സാധാരണക്കാർക്ക്. ഈ ജനമൈത്രി പോലീസ് അവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ, ഇൻഫർമേഷൻ കൊടുക്കുന്നയാളിന്റെ ഒരു വിവരങ്ങളും പുറത്തു വിടാതിരുന്നാൽ നന്നായിരിക്കില്ലേ? എന്താണ്? അതെ, ഭയമുണ്ട്, ആളുകൾക്ക് ഭയമുണ്ട്. ഇപ്പോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ലഹരി സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. യുക്തി മിഷനാണ് അതിന്റെ ലഹരി സ്പോട്ടുകൾ. എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 400ഓളം ലഹരി സ്പോട്ടുകൾ തന്നെ എറണാകുളം ജില്ലയിൽ ഉണ്ടെന്നാണ്. എറണാകുളം ജില്ലയിൽ ഞാൻ ഒരു 3 വർഷം മുമ്പ് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞുള്ള അറിവാണ് കേട്ടോ. ആ ലഹരി സ്പോട്ടുകളുടെ വ്യക്തമായ കണക്ക് അവരുടെ ലിസ്റ്റ് അവരുടെ ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും ലഹരി അവിടെ ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് യഥാസമയം എക്സൈസിന് ചെന്നെത്താൻ പറ്റാത്ത സാഹചര്യം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഉദ്യോഗസ്ഥരുടെ രണ്ടു തരത്തിലും, ഇപ്പൊ നമ്മൾ വനിതാ ഉദ്യോഗസ്ഥരുടെ കുറവ് പറഞ്ഞെങ്കിലും അതേപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുടെയും പുരുഷന്മാരായ ഉദ്യോഗസ്ഥരുടെയും അഭാവമുണ്ട്. വാഹനത്തിന്റെ പ്രശ്നമുണ്ട്, ഓടിയെത്താൻ. ഇപ്പൊ പെട്ടെന്ന് വിളിക്കുകയാണ്. ഇപ്പൊ ഒരു 10 സ്പോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു എക്സൈസ് ഓഫീസിൽ വിളിക്കുന്നത് ഇന്ന സ്പോട്ടിൽ പോകുന്നുണ്ട് എന്ന് അടുത്തൊരു സ്പോട്ടിലുണ്ട്. ഇവർക്ക് ഓടിയെത്താനുള്ള വാഹന സൗകര്യം ഇല്ല, ഫോഴ്സ് ഇല്ല, അതിനൊരു അഭാവം നല്ല രീതിയിലുണ്ട്. അപ്പൊ സാങ്കേതികമായിട്ട് ഇന്ന് ഏറ്റവും നൂതനമായിട്ടുള്ള വാഹനങ്ങളും സൗകര്യങ്ങളും എക്സൈസിന് കൊടുക്കുക എന്നുള്ള ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ഈ ലഹരി സ്പോട്ടുകളിൽ നിന്ന് ഇത് പറയാൻ ആളുകൾക്ക് പേടിയുണ്ട്. ഇപ്പൊ തന്നെ ആലുവയിലെ ഒരു പഞ്ചായത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഉള്ള ആളുകളെ കൂട്ടി, ബഹിരങ്ങളൊക്കെ കൂട്ടിയിട്ടൊക്കെ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കമ്മിറ്റിയിലുള്ള പലരും ഇത് പറയാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയമാണ്. വലിയ മാഫിയാണ്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, പകല് കോട്ടയത്ത് നടുറോഡിലിട്ട് വെട്ടുന്നുണ്ടല്ലോ ഈ ലഹരി കുറ്റിക്കൊടുത്തു. അപ്പൊ ആര് പറയും എന്നുള്ള ഒരു പ്രധാന വിഷയമാണ്. പിന്നെ നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും ഇതിനകത്ത് കുറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തപ്പെടുന്ന ഒരു സംഭവമാണ്. മക്കള് വീട്ടിൽ നിന്ന് പോയാൽ അവരുടെ കൂട്ടുകാരാരെന്ന് അന്വേഷിക്കാറില്ല, അവരെവിടെ പോയി അന്വേഷിക്കാറില്ല. അമ്മേ, ഞാൻ പന്ത് കളിക്കാൻ പോവാണ്, ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണം നമ്മൾ പോകുന്നു, ആരാ ഫ്രണ്ടെന്ന് അന്വേഷിക്കാറില്ല. അപ്പൊ ഇങ്ങനെ കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണം, അടുപ്പമില്ലായ്മ കുട്ടികളെ പലപ്പോഴും പലതരത്തിൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുടുംബങ്ങളിലും ഇതിനെക്കുറിച്ച് മാതാപിതാക്കളുടെ ഒരു ജാഗ്രത, കുട്ടികളെ സ്നേഹിക്കുകയും അവരെ പഠിക്കാൻ വേണ്ടി മാത്രമല്ല അവരെ കളിക്കാനും വിടണം. ഇന്ന് അതൊന്നും ഇല്ല, അവരെ കളിക്കാനും വിടണം. അത് കളിക്കാൻ പോകുന്ന എവിടാന്ന് അറിയണം, അവന്റെ കൂട്ടുകാരൻ ആരാണ്, കൂട്ടുകാരി ആരാണെന്ന് അറിയണം. അപ്പൊ ഇതിനകത്തൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ചില അസാരസ്യങ്ങളും സംഘർഷങ്ങളും കുട്ടികളെ നന്നായിട്ട് പലപ്പോഴും ഈ സ്നേഹം കിട്ടുന്ന ഇടങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ സ്നേഹം കിട്ടുന്ന ഈ അപകടത്തിലേക്കാണ് ചെന്ന് ചാടുന്നത്. ലഹരിയുടെ സ്നേഹമാണ്, ലഹരികൾ എന്നുള്ള സ്നേഹം. അതേപോലെ തന്നെ ചില കൂട്ടുകാരികള്, ഇപ്പൊ വരുന്ന കുട്ടികൾ, ഇപ്പൊ കൊച്ചി നഗരത്തില് ഒരു ഹോസ്റ്റൽ നടത്തുന്ന ചേച്ചി എന്നോട് പറഞ്ഞാണ്, പല പെൺകുട്ടികളും പല ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് കൊച്ചി നഗരത്തിലേക്ക് തൊഴിൽ തേടി, ചെറിയ തൊഴിലൊക്കെ തേടിയെത്തിയിരിക്കുന്നത്. ഇവർക്കൊക്കെ ചെറിയ തൊഴിലും ഒരു 10,000-15,000 രൂപയാണ് ഇവരുടെയൊക്കെ മാസ ശമ്പളമുള്ളത്. പിന്നീട് ഈ കുട്ടികളിൽ പ്രകടമായ മാറ്റം സംഭവിക്കുക. ഈ കുട്ടികൾ വ്യാപകമായിട്ട് പണം ചെലവഴിക്കുന്ന തരത്തിലേക്ക് വരുന്നു. ഹോസ്റ്റൽ നടത്തിപ്പുകാരിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്താണ് ഇതിന്റെ ഒക്കെ പിന്നിൽ? ഇങ്ങനെയുള്ള സംഘങ്ങളിലേക്ക് ഈ കുട്ടികൾ എത്തപ്പെടുകയാണ്. കാരണം കൊച്ചി നഗരത്തിലേക്ക് ഒരു നഗരത്തിന്റെ ഒരു വലിയ ആകർഷണമുണ്ട്. ഈ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഗ്രഹിക്കുന്നവരാരും കൊച്ചിക്കാരല്ല, പുറത്തുനിന്ന്. അപ്പോൾ നമ്മുടെ ഒരു പ്രവർത്തനം ചാനൽ 91 എങ്ങനെയാണ് ഇപ്പോൾ ഒരു ലഹരിക്കെതിരെ നമ്മൾ ഒരു മീഡിയ നിലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? ലഹരിക്കെതിരായി ചാനൽ 91 വലിയൊരു ക്യാമ്പയിന് കൂടി തുടക്കം കുറിക്കുകയാണ്. അതിന്റെ പ്രാഥമികമായ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അത് എക്സൈസിന്റെ വിമുക്തി മിഷനുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ഈ നാടിനെ രക്ഷിക്കണം, നമുക്ക് വരും തലമുറയെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്.
നമ്മളിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പൊതുസമൂഹത്തോട്, നാളത്തെ തലമുറയോട്, നമ്മുടെ കൗമാരങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിട്ട് ചിത്രീകരിക്കപ്പെടും. ലോകം, സമൂഹം ചർച്ച ചെയ്യപ്പെടും. അതിന് ഇടവരുത്താതിരിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ലഹരി എന്ന് പറയുന്ന ഈ ഭൂതത്തെ നമ്മുടെ മണ്ണിൽ നിന്ന്, മലയാളത്തിൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം. ഒരു തരി മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തരുത്. ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്ന് നമ്മൾ ഒരുമിക്കേണ്ട സമയമാണ്. 10 വർഷത്തിന് ശേഷം മയക്കുമരുന്നിൻ്റെ ഒരു ശ്മശാന ഭൂമിയായി മലയാള ദേശം മാറരുത്. ചാനൽ 91 ചീഫ് എഡിറ്റർ ദേവൻ സാറിന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടങ്ങൾക്ക് ഈ മാധ്യമവും മുന്നിട്ടിറങ്ങുകയാണ്. ഒപ്പമുണ്ടാകണം. നമുക്ക് ഒരുമിക്കാനുള്ള സമയമാണ്. ലഹരിയോട് നമുക്ക് വിട പറയാം. സ്നേഹമാകുന്ന ലഹരിയിൽ, ഐക്യമാകുന്ന ലഹരിയിൽ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം.